നമസ്കാരം, സുധിനാണ്. ഈ ബാക്കിൽ കാണുന്ന ഫെൻസിങ് നിങ്ങൾ മിക്കവാറും കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്, ചേർത്തലയ്ക്ക് അടുത്താണുള്ളത്. അപ്പോൾ ഈ ഒരു ഫെൻസിങ് നമ്മൾ ഒരാഴ്ച മുന്നേ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കുറച്ചുകൂടി ഷീറ്റിൻ്റെ വർക്കെല്ലാം പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വർക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെയിൻ ലിങ്ക് ഫെൻസിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇതിൻ്റെ സൈറ്റിൻ്റെ നമ്മളുടെ ഞാൻ പറഞ്ഞത് കുറേ ബൗണ്ടറികൾ ഇത് ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു ബൗണ്ടറിയിലെ ഒരു ഫെൻസിങ് കൂടെ നമുക്ക് കിട്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈറ്റ് വർക്ക് കിട്ടിയതിൻ്റെ ഒരു കോമഡി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ ഇൻസിഡൻസ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു സൈറ്റുമായിട്ടുള്ള ഒരു കോൺടാക്റ്റ് ഇല്ലാത്ത ഒരാളായിരുന്നു. കാരണം നമ്മളെ വീഡിയോ കണ്ട് അങ്ങനെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു വന്ന സമയത്ത് നമ്മുടെ സൈറ്റിൻ്റെ അടുത്തുള്ള ലൊക്കേഷനാണ്. ഭാഗ്യത്തിന് ഞങ്ങൾ അന്ന് ഇവിടെ സൈറ്റ് ഉണ്ടായിരുന്നു. അന്നേരം ഒന്ന് സൈറ്റ് നോക്കി മെഷർമെൻറ്റ് എടുത്തു. ഏകദേശം 120 മീറ്ററോളം വരുന്ന ഒരു ഫെൻസിങ് ആണ്. ഈ ഒരു ഫെൻസിങ്ങും നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫെൻസിങ് നമ്മളുടെ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇത് നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 ഗേജ്, അതായത് 3mm തിക്നെസ്സിലുള്ള ടാറ്റ വയറോണിൻ്റെ ചെയിൻ ലിങ്ക് ആണ്. 3mm തിക്നെസ്സിലുള്ള 6 ഫീറ്റ് ഹൈറ്റുള്ള ഫെൻസിങ് ആണ്. നമ്മൾ 8 ഫീറ്റിൻ്റെ കോൺക്രീറ്റ് പില്ലേഴ്സ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് 6 അടി ഹൈറ്റ് ചെയ്തത്, എന്താ സൈറ്റിൻ്റെ ടോട്ടൽ ഏരിയ, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത് 120 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ക്ലൈൻറ്റായിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് സംസാരിച്ചു, സാമ്പിൾസ് എല്ലാം കാണിച്ച സമയത്ത് പുള്ളി നമ്മോട് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് 12 ഗേജ് മതി, 2.5 മതി എന്നുള്ളത്. ഇത് 3 ഇഞ്ച് കള്ളികളാണ്, അതുപോലെ തന്നെ ഇതും 3 ഇഞ്ച് കള്ളികളാണ്. ഇത് 6 അടി ഹൈറ്റിൻ്റെ ഫെൻസിങ് ആയിരുന്നു, ഇത് 5 അടി ഹൈറ്റിൻ്റെ ഫെൻസിങ് ആണ്. അപ്പോൾ ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ നമുക്ക് അതിനകത്ത് ഓപ്ഷൻ ഉള്ളൂ. സോ അങ്ങനെ നമ്മൾ ഒരു ദിവസം ഒന്ന് സൈറ്റ് കണ്ടു. അത് നമ്മുടെ സൈറ്റിലുണ്ടാകുന്ന സൈറ്റ് കണ്ടു. ഇന്നിപ്പോൾ നമ്മുടെ മറ്റേ സൈറ്റിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, കുറച്ച് ഫാബ്രിക്കേഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈറ്റ് കണ്ടു, നമുക്ക് അന്ന് തന്നെ ഓർഡർ കൺഫർമേഷൻ തന്നു. എനിക്ക് തോന്നുന്നു 4 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാണ്, രാവിലെ സ്റ്റാർട്ട് ചെയ്താണ്. അപ്പോൾ ഇവിടെ ഒരു ചലഞ്ചിങ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു സൈറ്റിലും ഇപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് വെള്ളം കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗമാണ്. നമ്മുടെ ഈ സൈറ്റിലൊന്നുമില്ല, പുതിയ സൈറ്റിലൊന്നുമില്ല. പക്ഷേ പഴയ സൈറ്റൊക്കെ നമുക്ക് അതിനോട് അനുബന്ധമായി കിടക്കുന്ന സ്ഥലങ്ങളാണ്, കുറച്ച് മണൽ കാര്യങ്ങളൊക്കെ ഉള്ള സ്പേസ് ആണ്. സോ നമ്മൾ കോൺക്രീറ്റ് ചെയ്തായിരുന്നു, കാലുകളെല്ലാം കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോൺക്രീറ്റ് പില്ലേഴ്സ് ആകുമ്പോൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ചെയിൻ ലിങ്ക് സ്ട്രെച്ച് ചെയ്യാം. GA പൈപ്പ് ആകുമ്പോൾ അത് കഴിയില്ല, അത് മറ്റൊരു ദിവസത്ത് വേണം ചെയ്യാൻ. അങ്ങനെ ഇന്നത്തെ ഒരു ഏകദേശം ഒരു 5 മണി ആവാനായി. ഏകദേശം ഈ ഒരു പോർഷൻ കാണുന്ന ഭാഗം കൂടി നമുക്ക് ചെയിൻ ലിങ്ക് സ്ട്രെച്ച് ചെയ്യാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മുൻഭാഗത്ത് 12 ഫീറ്റിൻ്റെ ഗേറ്റ് ഉണ്ട്, അത് ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം ചെയ്തതാണ്. പുള്ളിക്ക് ഫ്യൂച്ചറിൽ ഇവിടെ എന്തോ വീട് വെക്കാനോ കാര്യങ്ങളെന്തോ പ്ലാനിങ് ആണെന്ന് പറഞ്ഞു. ആ സമയത്ത് മേ ബി ഈ ഒരു ഫെൻസിങ് എല്ലാം റിമൂവ് ചെയ്തിട്ട് മേ ബി മതിൽ കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ GA പൈപ്പിലേക്ക് കാര്യങ്ങളെല്ലാം മാറ്റുന്നുണ്ടാവും. അപ്പോൾ കറൻ്റ് ഇല്ല, കുറച്ച് കാലത്തിന് എന്തായാലും ഈ ഒരു പ്ലാനിങ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലോട്ടിൻ്റെ സെൻറ്ററിലെത്തി. ഇതാണ് നമ്മുടെ ടോട്ടൽ പ്ലോട്ട് വരുന്നത്. ഇതിൽ 3 സൈഡാണ് നമ്മൾ ഫെൻസിങ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഫെൻസിങ് ഇവിടെ കിടക്കുന്നുണ്ട്. 10 ഗേജിൻ്റെ ചെയിനിങ്ങാണ്, ബാക്കിയുള്ള 5 അടി ഹൈറ്റുള്ള 12 ഗേജിൻ്റെ ചെയിനിങ്ങാണ് ചെയ്തത്. പിന്നെ ഇവിടെ നമ്മൾ നോർമലി മറ്റേ സൈറ്റാണെന്ന് വെച്ചാൽ, ഈ സൈറ്റിലാണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, മിക്കവാറും ബൗണ്ടറികളിലൊക്കെ, അതായത് തൊട്ടടുത്ത നെയ്ബേഴ്സിൻ്റെ ബൗണ്ടറിയിലൊക്കെ അവർ ഓൾറെഡി ഷീറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ജസ്റ്റ് ഒരു ടെമ്പററി ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് വെച്ച് ചാരി ചെയ്യുന്ന സമയത്ത് നമുക്ക് കാല് വെക്കുന്നതിന് മുന്നേ നെറ്റ് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ക്ലിപ്പുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു പോർഷനാണെങ്കിലും ആ ഒരു പോർഷനിലൊക്കെ നമ്മൾ ആ ഒരു പ്രശ്നം നേരിട്ടുണ്ടായിരുന്നു. എന്തായാലും ചലഞ്ചിങ് ആയിട്ടുള്ള ആ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു ദിവസം കൊണ്ട് തീർത്തൊരു വർക്കാണ്. 120 മീറ്ററിനടുത്താണ് ഏകദേശം ഏരിയ വരുന്നത്. ക്ലൈൻറ്റ് ഇവിടുന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ മാറിയിട്ടാണ് പുള്ളിയുടെ വീട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ട് വിളിച്ചിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് അപ്പോൾ പ്രത്യേകം പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ കാണുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ഈ സെൽഫി വീഡിയോ എടുക്കാറില്ല. നമ്മൾ നോർമൽ വീഡിയോസ് മാത്രമേ എടുക്കാറുള്ളൂ. കാര്യം നമുക്ക് എത്താത്തതുകൊണ്ടാണ്. കാരണം ശ്രുതിൽ നിന്നിപ്പോൾ മറ്റൊരു സൈറ്റിലാണ്, സായി മറ്റൊരു സൈറ്റിലാണ്. അപ്പോൾ അങ്ങനെ ആയിട്ട് കുറച്ച് ഷെഡ്യൂൾഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ തുടർന്നും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സോ കാര്യങ്ങളോ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. കേരളത്തിലെ എല്ലാ ജില്ലകളും നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് ബൈ.